Assalamualaikum warahmatullahi wabarakatuh. Alhamdulillahi rabbil alamin wal aqibatu lil muttaqin wassalatu wassalamu ala asyrafil mursalin wa ala alihi wa sahbihi al faizina ajma'in. ഏറ്റവും ബഹുമാനവും ആദരവും നിറഞ്ഞ സത്യവിശ്വാസികളെ, അല്ലാഹു സുബ്ഹാനഹു വ തആല അവന്റെ പവിത്രമായ ഈ ഭവനത്തിൽ ഒരുമിച്ച് കൂടിയതുപോലെ നാളെ വലിയ സന്തോഷത്തോടുകൂടി റാഹത്തോടുകൂടി നാളെ അവൻ്റെ സ്വലോക സ്വർഗത്തിൽ നാം എല്ലാവരെയും ഒരുമിച്ച് കൂട്ടി അനുഗ്രഹിക്കുമാറാവട്ടെ. നമ്മുടെ ജീവിതത്തിൽ വന്നുപോയ ചെറുതും വലുതുമായ ദോഷങ്ങളെല്ലാം അള്ളാഹു വിട്ടുപുറത്ത് മാപ്പാക്കി തരുമാറാവട്ടെ. ഇനിയുള്ള കാലം അള്ളാഹുവിൻ്റെ ഇഷ്ടത്തിലായി, അള്ളാഹുവിൻ്റെ പൊരുത്തത്തിലായി അള്ളാഹു നമുക്കെല്ലാവർക്കും ആഫിയത്തുള്ള ദീർഘായുസ് അള്ളാഹു നൽകുമാറാവട്ടെ. നമ്മുടെ കുടുംബത്തിൽ നിന്ന് മരണപ്പെട്ടു പോയ എല്ലാവർക്കും അള്ളാഹു മഗ്ഫിറത്തും റഹ്മത്തും പ്രദാനം ചെയ്ത് അനുഗ്രഹിക്കുമാറാവട്ടെ. ലോകത്തിന്റെ നാനാഭാഗത്ത് കഷ്ടതയിലും പ്രയാസത്തിലും കഴിയുന്ന നമ്മുടെ സഹോദര സഹോദരിമാർക്കൊക്കെ അള്ളാഹു റാഹത്ത് നൽകുമാറാവട്ടെ. ബിറഹ്മതിക യാ അർഹമർ റഹീമീൻ. പ്രിയപ്പെട്ട സഹോദരന്മാരെ, അള്ളാഹുവിന്റെ അതിമഹത്തായ തൗഫീഖ് കൊണ്ട് പവിത്രമായ റബീഉൽ അവ്വൽ മാസത്തിലേക്ക് നമ്മൾ പ്രവേശിച്ചിരിക്കുകയാണ്. അള്ളാഹുവിന്റെ സൃഷ്ടികളിൽ വെച്ച് ഏറ്റവും മഹത്തായ സൃഷ്ടി എന്ന് പറയുന്നത് അഷ്റഫുൽ ഖൽഖ് നബി മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളാണ്. അതിനേക്കാളും ഉന്നതമായ ഒരു സൃഷ്ടിയെ അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് പടച്ചിട്ടില്ല. ഹബീബായ തങ്ങളെ കുറിച്ച് നമ്മൾ പലപ്പോഴും പറയാറുള്ളത് അഷ്റഫുൽ ഖൽഖ്, സൃഷ്ടികളിൽ വെച്ച് ഏറ്റവും ശ്രേഷ്ഠമായ ആള് എന്നാണ് നമ്മൾ വിശേഷിപ്പിക്കാറുള്ളത്. കാരണം ആകാശത്തിന്റെ മുകളിലും ഭൂമിക്ക് താഴെയുമായിട്ട് അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് ഹബീബായ തങ്ങളെക്കാൾ ഒരു മഹത്തമായ ഒരു സൃഷ്ടിയെ അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് പടച്ചിട്ടില്ല. ഒരുപാട് സൃഷ്ടികളെ അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് ഭൂമി ലോകത്ത് പടച്ചിട്ടുണ്ട്. പ്രത്യേകിച്ച് നമ്മൾ അള്ളാഹ്ക്ക് വേണ്ടി ഇബാദത്ത് ചെയ്യുന്ന കഅബ, അതുപോലെ അള്ളാഹുവിന്റെ അർശ്, അള്ളാഹുവിന്റെ കുർസി, അതുപോലെ ലൗഹ്, ഖലം, അനുഗ്രഹങ്ങളെ കൊണ്ട് നിറക്കപ്പെട്ട അള്ളാഹുവിന്റെ സ്വർഗം, അതിനേക്കാളും മഹത്വമുള്ളത് ഹബീബ് നബി മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്കാണ്. അതുകൊണ്ട് തന്നെ റബീഉൽ അവ്വൽ മാസം എന്നല്ല, എല്ലാ മാസങ്ങളിലും ഹബീബായ മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ പേരിൽ ധാരാളം സ്വലാത്തും സലാമും നമ്മൾ വർദ്ധിപ്പിക്കണം. അള്ളാഹുവിന്റെ വിശുദ്ധ ഖുർആനിലൂടെ അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് നമ്മളെ പഠിപ്പിക്കുന്ന ഒരു ആയത്തുണ്ട്. ഇന്ന് ജുമുഅക്ക് വന്ന ചെറിയ കുട്ടികൾക്ക് പോലും സുപരിചിതമായ ആയത്താണ്. ഇന്നല്ലാഹ വ മലായികതഹു യുസല്ലൂന അലൻ നബി യാ അയ്യുഹല്ലദീന ആമനൂ സ്വല്ലൂ അലൈഹി വസല്ലിമൂ തസ്ലീമാ. അള്ളാഹുവിന്റെ മാലാക്കന്മാരും ഹബീബായ മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ പേരിൽ സ്വലാത്ത് നിർവഹിക്കുന്നുണ്ട്. അതുകൊണ്ട് ഈമാനുള്ള ആളുകളെ, അള്ളാഹുവിനെ കൊണ്ട് വിശ്വസിച്ച ആളുകളെ, നിങ്ങളും ഹബീബായ തങ്ങളുടെ പേരിൽ സ്വല്ലൂ അലൈഹി വസല്ലിമൂ തസ്ലീമാ, നിങ്ങളും ഹബീബായ മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ പേരിൽ സ്വലാത്തും സലാമും നിങ്ങൾ നിർവഹിക്കണേ എന്ന് അള്ളാഹുവിന്റെ വിശുദ്ധ ഖുർആൻ നമ്മളെ പഠിപ്പിക്കുമ്പോൾ പ്രധാനമായി കൊണ്ടും ഈ ആയത്തിലേക്ക് രണ്ട് തഫ്സീറുകളിൽ പറയുന്നതായി കാണാം. മഹാനായ ഇബ്നു അബ്ബാസ് റളിയല്ലാഹു തആല അൻഹുവിനെ തൊട്ട് മഹാനായ ഇമാം തുർമുദി റളിയല്ലാഹു തആല അൻഹു നിവേദനം ചെയ്യുന്ന ഹദീസിൽ കാണാം, സ്വലാത്തുല്ലാഹി, അല്ലാഹുവിന്റെ സ്വലാത്ത് എന്ന് പറഞ്ഞാൽ, അല്ലാഹുവിന്റെ സ്വലാത്ത് എന്ന് പറഞ്ഞാൽ അർ-റഹ്മ, കാരുണ്യവാനായ റബ്ബ് സുബ്ഹാനഹു വ തആല സദാസമയം ഹബീബായ മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് കാരുണ്യം ഇങ്ങനെ ഇറക്കിക്കൊണ്ടിരിക്കുകയാണ് എന്ന് മഹാനായ ഇബ്നു അബ്ബാസ് റളിയല്ലാഹു തആല അൻഹുവിനെ തൊട്ട് ഇമാം തുർമുദി റളിയല്ലാഹു തആല അൻഹു നിവേദനം ചെയ്യുകയാണ്. അതേപോലെ തന്നെയാണ് മഹാനായ ഇബ്നു അബ്ബാസ് റളിയല്ലാഹുവിനെ തൊട്ട് മഹാനായ ഇമാം ബുഖാരി റളിയല്ലാഹു തആല അൻഹു തന്റെ തഫ്സീറിൽ പറയുന്നുണ്ട്. എന്താ ഈ ആയത്തിന്റെ തഫ്സീറിൽ പറയുന്നുണ്ട്, സ്വലാത്തുല്ലാഹി, അല്ലാഹുവിന്റെ സ്വലാത്ത് എന്ന് പറഞ്ഞാൽ സനാഉഹു അലൈഹി ഇൻദൽ മലായിക,
അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് മാലാക്കന്മാരോട് ഹബീബായ മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ കുറിച്ച് മദ്ഹ് പ്രകീർത്തനങ്ങൾ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് എന്ന് മഹാനായ ഇമാം ബുഖാരി റളിയല്ലാഹു തആല അൻഹു പറയുമ്പോൾ മഹാനായ ഇബ്നു കസീർ റഹിമഹുല്ലാഹ് ഈ ആയത്തിന്റെ തഫ്സീറിൽ പറയുന്നുണ്ട്, ആകാശത്തുള്ള ആളുകളും അതേപോലെ ഭൂമിക്കുള്ള ആ ഭൂമിയിൽ കഴിയുന്ന ആളുകളും, അതിനർത്ഥം ആകാശത്ത് കഴിയുന്ന എന്ന് പറയുമ്പോൾ മുഴുവൻ മാലാക്കന്മാരും ഭൂമിയിലുള്ള മുഴുവൻ ആളുകളും ഹബീബായ തങ്ങളുടെ പേരിൽ സ്വലാത്ത് നിർവഹിക്കുന്നുണ്ട് എന്ന് പറയുമ്പോൾ ഈ ഭൂമിയിലുള്ള ആളുകളും അതിൽ പങ്കാളികളാവാൻ വേണ്ടിയിട്ടാണ് അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് അങ്ങനെ പറഞ്ഞത് എന്ന് മഹാനായ ഇബ്നു കസീർ റഹിമഹുല്ലാഹ് ഈ ആയത്തിന്റെ തഫ്സീറിൽ പറയുന്നതായി കാണുന്നുണ്ട്. അതുകൊണ്ട് എന്റെ സഹോദരന്മാരോട് സ്നേഹത്തോടു കൂടി പറയാനുള്ളത്, ഇത് ഹബീബായ തങ്ങളുടെ പേരിൽ മദ്ഹ് പ്രകീർത്തനങ്ങൾ പറയുന്ന മാസമാണ്. ഒരുപാട് മദ്ഹ് പ്രകീർത്തനങ്ങൾ നടത്തുന്ന സദസ്സുകളിൽ പങ്കെടുത്തു കഴിഞ്ഞാൽ ദുന്യവിയായ ആവശ്യങ്ങൾ അതിലൂടെ നമുക്ക് കരഗതമാകാൻ സാധിക്കും. അതേപോലെ നമ്മുടെ മുറാദുകൾ അല്ലാഹു ഹാസിനാക്കി തരും, നമ്മുടെ പാപങ്ങൾ അല്ലാഹു പുറത്തു തരും എന്നൊക്കെ കാണാം. അതുകൊണ്ട് തന്നെ ഹബീബായ തങ്ങളുടെ പേരിൽ ഒരുപാട് സ്വലാത്തും സലാമും വർദ്ധിപ്പിക്കലോടുകൂടി ഹബീബായ തങ്ങളോടുള്ള മഹബ്ബത്ത് നമ്മുടെ ഹൃദയാന്തരങ്ങളിൽ ഉണ്ടാവട്ടെ. അതുകൊണ്ട് തന്നെ നമ്മുടെ വീട്ടിലാവട്ടെ, നമ്മുടെ പള്ളികളിലാവട്ടെ, അതുപോലെ മദ്രസകളിലാവട്ടെ, ദീനീ സ്ഥാപനങ്ങളിലാവട്ടെ ഹബീബായ തങ്ങളുടെ പേരിൽ മദ്ഹ് പ്രകീർത്തനങ്ങൾ ഉയരട്ടെ. ഇന്നലെ മുതൽ നമ്മുടെ പള്ളിയിൽ ഇശാ നിസ്കാരത്തിന് ശേഷം മൗലിദിന്റെ സദസ്സ് തുടങ്ങുകയുണ്ടായി. അതുകൊണ്ട് തന്നെ എന്റെ മഹല്ല് നിവാസികളോട് സ്നേഹത്തോടു കൂടി പറയാനുള്ളത്, ഒരു മൗലിദിന്റെ സദസ്സ് പോലും ഒരു വിധത്തിലും നഷ്ടപ്പെട്ടു പോകരുത്. പള്ളിയിൽ ഇശാ നിസ്കാരം കഴിഞ്ഞ് നേരെ പുറത്തിറങ്ങിക്കൊണ്ട് ആളുകളുമായിട്ട് സംസാരിക്കുന്ന ഒരു അവസ്ഥ ഉണ്ടാവാൻ പാടില്ല. പള്ളിയിൽ മൗലിദ് നടക്കുമ്പോൾ കൃത്യമായി കൊണ്ട് തന്നെ അതിൽ പങ്കെടുക്കണം. അതിന്റെ ഹുർമത്ത് നമ്മൾ മനസ്സിലാക്കണം. അള്ളാഹുവിന്റെ ഹബീബിന്റെ പേരിൽ മദ്ഹ് പ്രകീർത്തനങ്ങൾ പറയലോടുകൂടി ഒരുപാട് അനുഗ്രഹങ്ങളാണ് നമ്മളെ കാത്തു നിൽക്കുന്നത്. മഹാനായ ഇമാം അഹ്മദ് റളിയല്ലാഹു തആല അൻഹു നിവേദനം ചെയ്യുന്ന ഹദീസിൽ കാണാം, ഒരിക്കൽ ആദരമായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ മദീന പള്ളിയിലേക്ക് കടന്നു വരുമ്പോ ഒരുപാട് സ്വഹാബാക്കൾ ഇരിക്കുന്നതായി കൊണ്ട് ഹബീബായ തങ്ങൾ കാണുമ്പോ അല്ലാഹുവിന്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഉണ്ടല്ലോ, ആ സ്വഹാബാക്കളോട് ചോദിക്കുകയാണ്, മാ അജ്ലസാകും, നിങ്ങൾ എന്തിന്റെ പേരിലാണ് ഇരിക്കുന്നത് എന്ന് ചോദിക്കുമ്പോ സ്വഹാബത്ത് അല്ലാഹുവിന്റെ റസൂലിനോട് പറയുകയാണ്, യാ റസൂലല്ലാഹ്, ഞങ്ങൾ ഇവിടെ ഇരിക്കുന്നത് എന്തിനാണെന്നറിയുമോ? നഹ്മദുല്ലാഹ വനഷ്കുറു, ഞങ്ങൾ അല്ലാഹുവിന് വേണ്ടി ശുക്ർ ചെയ്യുകയാണ്, ശുക്ർ ചോദിക്കുകയാണ്, അല്ലാഹുവിന് വേണ്ടി ഹംദ് പറയുകയാണ് എന്ന് ഹബീബായ തങ്ങളോട് പറയുമ്പോ എന്തിന്റെ പേരിലാണ് അത് നിർവഹിക്കുന്നത് എന്ന് നിങ്ങൾക്കറിയുമോ എന്ന് സ്വഹാബാക്കൾ അല്ലാഹുവിന്റെ റസൂലിനോട് പറയുമ്പോ, രണ്ട് കാര്യത്തിന്റെ പേരിലാണ് ഞങ്ങൾ അല്ലാഹുവിന് വേണ്ടി ഹംദ് പറയുന്നത്, രണ്ട് കാര്യത്തിന്റെ പേരിലാണ് അല്ലാഹുവിന് വേണ്ടി ഞങ്ങൾ ശുക്ർ ചോദിക്കുന്നത്. സ്വഹാബാക്കൾ അല്ലാഹുവിന്റെ റസൂലിനോട് പറഞ്ഞു കൊടുത്തു, അലമാ ഹദാനാ ഇലാ ദീനി, ഞങ്ങൾ വസിക്കുന്ന പരിശുദ്ധ ദീനുൽ ഇസ്ലാമിലേക്ക് ഞങ്ങൾ മുസ്ലിമായില്ലേ, അതിന്റെ പേരിലാണ് ഞങ്ങൾ ഹംദ് പറയുന്നത്. അതുപോലെ സഹാബാക്കൾ രണ്ടാമതായി കൊണ്ട് പറഞ്ഞു കൊടുത്തു, വമന്ന അലൈനാ ബിക യാ റസൂലല്ലാഹ്, നബിയെ അങ്ങേ പ്രവാചകനായി കൊണ്ട് ഞങ്ങൾക്ക് ലഭിച്ചല്ലോ, അതിന്റെ പേരിലാണ് ഞങ്ങൾ ശുക്ർ ചോദിക്കുന്നത്, അതിന്റെ പേരിലാണ് ഞങ്ങൾ ഹംദ് പറയുന്നത് എന്ന് ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോട് പറയുമ്പോ അത് കേട്ട സ്വഹാബത്തിനോട് അല്ലാഹുവിന്റെ റസൂൽ സന്തോഷത്തോടു കൂടി പറയുകയാണ്, യാ സ്വഹാബാ ഇന്നല്ലാഹ യുബാഹി ബികുമുൽ മലായിക, സ്വഹാബത്തെ നിങ്ങൾ ഈ ചെയ്യുന്ന പ്രവർത്തനം കണ്ട് അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് നിങ്ങളെ കുറിച്ച് തന്റെ മാലാക്കന്മാരോട് അഭിമാനം പറയുമെന്ന് ഹബീബ് നബി മുഹമ്മദ് മുസ്തഫ
സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു കൊടുക്കുകയാണ്. അതേപോലെ തന്നെയാണ് നമ്മൾ മൗലിദ് നിർവഹിക്കുമ്പോൾ നമ്മളെക്കുറിച്ചും അടുത്തുള്ള മാലാക്കന്മാരോട് അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് ഇന്റെ അടിമകൾ ചെയ്യുന്നത് കണ്ടോ എന്ന് പറയുന്ന അഭിമാനം കൊള്ളുന്ന ഒരു അവസ്ഥ നമുക്ക് വേണോ എങ്കിൽ ഇൻഷാ അല്ലാഹ് മുടങ്ങാതെ എല്ലാ ദിവസവും മൗലിദിന്റെ സദസ്സിൽ പങ്കാളികളാവുക. പുരുഷന്മാരായ നമ്മെ സംബന്ധിച്ചിടത്തോളം നമ്മൾ പള്ളിയിലേക്ക് കടന്നു വന്ന് വീട്ടിൽ ഒരു ഹദീസ് നമ്മുടെ വീട്ടിലുള്ള സഹോദരിമാരോട് അത് ഓതാൻ വേണ്ടി നിങ്ങൾ ഓരോരുത്തരും നിർവഹിക്കണം. നിങ്ങൾ പറയണം, ഹബീബായ തങ്ങളുടെ പേരുള്ള മദ്ഹ് പ്രകീർത്തനങ്ങൾ ഈ റബീഉൽ അവ്വൽ മാസത്തിൽ ധാരാളമായി ഉയരട്ടെ. അതുവഴി ഒരുപാട് പ്രതിഫലങ്ങളാണ് നമുക്ക് കിട്ടാൻ പോകുന്നത്. മാത്രമല്ല, ഒരിക്കൽ മഹാനായ ഇബ്നു അബ്ബാസ് റളിയല്ലാഹു തആല അൻഹു പറയുന്നുണ്ട്, ഒരു ദിവസം എൻ്റെ വീട്ടിലേക്ക് ഒരുപാട് സ്വഹാബത്ത് കടന്നു വന്ന് അവിടെ ഇരിക്കാൻ വേണ്ടി പറഞ്ഞു. എന്നിട്ട് സ്വഹാബാക്കളോട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഈ ലോകത്തേക്ക് ഭൂജാതനായപ്പോൾ ഉണ്ടായിരുന്ന അത്ഭുതങ്ങളെ കുറിച്ച് ഇബ്നു അബ്ബാസ് റളിയല്ലാഹു തആല അൻഹു പറഞ്ഞു കൊടുക്കുമ്പോൾ ഒരുപാട് സ്വഹാബത്ത് അതിന്റെ അത്ഭുതം കണ്ട് തസ്ബീഹ് ചൊല്ലുന്നുണ്ട്, ഹംദ് പറയുന്നുണ്ട്, അതേപോലെ സ്വലാത്ത് വർദ്ധിപ്പിക്കുന്നുണ്ട്, തഹ്ലീൽ ചൊല്ലുന്നുണ്ട്. ആ സമയത്താണ് ഫഇദൻ ജാഅൻ നബിയ സല്ലല്ലാഹു അലൈഹി വസല്ലം അത് കണ്ടിട്ടാണ് ഹബീബായ തങ്ങൾ ഇബ്നു അബ്ബാസ് റളിയല്ലാഹു തആല അൻഹുവിന്റെ വീട്ടിലേക്ക് കടന്നു വന്നു എന്ന് മാത്രമല്ല, അവിടെ ഇരിക്കുന്ന ആളുകളോട് മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, ഹല്ലത്ത് ലക്കും ശഫാഅത്തി, നിങ്ങൾക്ക് എന്റെ ഷഫാഅത്ത് നിർബന്ധമാണ് എന്ന് ഹബീബായ തങ്ങൾ പറയുകയാണ്. അതുപോലെ ഇത്തരത്തിലുള്ള ഒരുപാട് സ്വഹീഹായ ഹദീസുകൾ നമുക്ക് ധാരാളം പറയാൻ സാധിക്കും. ആര് എന്ത് തന്നെ പറഞ്ഞോട്ടെ, റബീഉൽ അവ്വൽ കടന്നു വരുമ്പോൾ പല ഭാഗത്തു നിന്ന് ചില വെപ്രാളങ്ങൾ കേൾക്കാം. അത് അവരിങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കും, ഇസ്ലാം എന്ന് പുറത്താകും, അത് അനിസ്ലാമികമാണ് എന്ന് പറയുന്ന ആളുകളെ കാണും. അവരിലേക്ക് ചെവി കൊടുക്കേണ്ട. ഹബീബായ തങ്ങളുടെ പേരിൽ മദ്ഹ് പ്രകീർത്തനങ്ങൾ പറയലോടുകൂടി നമ്മുടെ ദുന്യവിയായ എല്ലാവിധ ആവശ്യങ്ങളും അതുവഴി നമുക്ക് വീട്ടിക്കിട്ടും. അവരാണെങ്കിലും മക്കളെ ബർത്ത്ഡേ ആഘോഷിക്കും, കല്യാണങ്ങൾ ആഘോഷിക്കും, ഒന്നിനും ഒരു കുറവുണ്ടാവില്ല. പക്ഷെ ഇത്തരത്തില് ഒരു കാര്യങ്ങൾ വരുമ്പോൾ എന്തിനാണ് ഇപ്പൊ ബൾബ് കത്തിക്കുന്നത്, എന്തിനാണ് നേർച്ച നടത്തുന്നത്, അത്തരത്തിലുള്ള സംസാരങ്ങൾ കേൾക്കാം. ഇന്ന് റബീഉൽ അവ്വൽ 1 തുടങ്ങിയിട്ടുള്ളൂ, ഇന്ന് എനിക്ക് പറയാം. പക്ഷെ അത്തരത്തിലുള്ള സംസാരങ്ങൾ പറയുമ്പോൾ നിങ്ങൾ അതിൽ ഒരാളും വഞ്ചിതരാവരുത് എന്നാണ് ഈ സമയത്ത് പറയാനുള്ളത്. സുന്നത്ത് ജമാഅത്തിൽ വിശ്വസിക്കുന്ന ആളുകളെ സംബന്ധിച്ചിടത്തോളം നബിദിനം അനിസ്ലാമികമല്ല. ആര് എന്ത് തെളിവുമായിട്ട് വന്നാലും തക്കതായ രീതിയിൽ മറുപടി പറഞ്ഞു കൊടുക്കാൻ നമുക്ക് സാധിക്കും. റബ്ബ് തആല ഹബീബായ തങ്ങളുടെ പേരുള്ള മദ്ഹ് പ്രകീർത്തനങ്ങൾ നമ്മൾ നല്ലതുപോലെ അത് നിർവഹിക്കണം. അത് നമ്മൾ ഓരോരുത്തരും അതിൽ ഒരാളും എന്ത് ചെയ്യരുത്, പിന്നിലേക്ക് നിൽക്കുന്ന ഒരു അവസ്ഥ ഉണ്ടാവരുത് എന്നാണ് ഈ സമയത്ത് പറയാനുള്ളത്. അതുകൊണ്ട് തന്നെ ഈ 40 ദിവസം ഇൻഷാ അല്ലാഹ് റബീഉൽ അവ്വൽ 30 ദിവസവും അതേപോലെ റബീഉൽ ആഖിറിൽ മഹാനായ ഗൗസുൽ ആളമിനെ കുറിച്ച് പറയുന്ന അതിൽ ഒരു 10 ദിവസം കൂടി നമ്മുടെ പള്ളിയിൽ വെച്ച് മൗലിദ് പ്രകീർത്തനങ്ങൾ നടക്കും. ഇശാ നിസ്കാരത്തിന് ശേഷം എല്ലാ ആളുകളും അതിൽ പങ്കെടുക്കണം. പ്രത്യേകിച്ച് പറയാനുള്ളത്, അതിൽ ചീരണിയുമായി ബന്ധപ്പെട്ട് ഒരു ദിവസത്തെ ചീരണി ഇൻഷാ അല്ലാഹ് എന്റെ വക എന്ന് പറഞ്ഞുകൊണ്ട് ഇന്ന് തന്നെ എന്തൊക്കെ വിഷയത്തിൽ നമ്മൾ പൈസകൾ പൊടിപ്പിക്കുന്നുണ്ട്, ഏതൊക്കെ വിഷയത്തിലാണോ അനാവശ്യമായിട്ട് ഒരുപാട് പൈസകൾ നമ്മൾ ചെലവഴിക്കുമ്പോൾ ഹബീബായ തങ്ങളാണ് അതൊക്കെ എന്ത് നമുക്ക് ഇന്ന് നേടിയിട്ടുണ്ട് എങ്കിൽ അതൊക്കെ കിട്ടാൻ ഈ ലോകം തന്നെ വടക്കാൻ കാരണം ഹബീബായ തങ്ങളാണ്. ഇന്ന് ഓർത്തുകൊണ്ട് ഇൻഷാ അല്ലാഹ് 40 ദിവസം നമ്മുടെ പള്ളിയിൽ നിർവഹിക്കുന്ന മൗലിദ് സദസ്സിന് കാര്യമായിട്ട് തന്നെ ഓരോ ആളുകളും ചീരണി ഏറ്റെടുത്ത് നമ്മുടെ മുഖ്ലിസാന്റെ കയ്യിൽ പേര് കൊടുക്കണമെന്ന് വളരെ സ്നേഹത്തോടു കൂടി ഉണർത്തുകയാണ്. വരും ആഴ്ചകളിൽ എന്നെ കൊണ്ട് ആ വിഷയം നിങ്ങൾ പറയിപ്പിക്കരുത്. അത് നല്ലതുപോലെ നിങ്ങൾ ആ കാര്യം ഏറ്റെടുത്ത് ഇൻഷാ അല്ലാഹ് നിങ്ങൾ എല്ലാവരും സഹകരിക്കണമെന്ന് സ്നേഹത്തോടു കൂടി ഉണർത്തുകയാണ്. പവിത്രമായ റബീഉൽ അവ്വൽ മാസത്തിൽ നമ്മൾ ചെയ്യുന്ന മുഴുവൻ സൽക്കർമ്മങ്ങളും അല്ലാഹു സ്വീകരിക്കട്ടെ. അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് ഹബീബായ തങ്ങളോടുള്ള മഹബ്ബത്ത്, സ്നേഹം അല്ലാഹു നമ്മുടെ ഖൽബിൽ ഇട്ട് തരുമാറാവട്ടെ. അതുവഴി മുത്തുനബിയുടെ ശഫാഅത്ത് കിട്ടാനുള്ള മഹാ തൗഫീഖ് അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് നൽകട്ടെ. ഹബീബായ തങ്ങളുടെ പേരിൽ മദ്ഹ് പ്രകീർത്തനങ്ങൾ പറയലോടുകൂടി ഹബീബായ തങ്ങളുടെ ശഫാഅത്ത് നമുക്ക് കിട്ടും എന്നുള്ളതിൽ സംശയമില്ല. കിട്ടട്ടെ എന്നുള്ള ഉദ്ദേശത്തോടു കൂടി ഇൻഷാ അല്ലാഹ് ഒരുപാട് സ്വലാത്തും സലാമും വർദ്ധിപ്പിക്കുക. റബ്ബ് തആല അനുഗ്രഹിക്കട്ടെ. ബിറഹ്മതിക യാ അർഹമർ റഹീമീൻ.